നമ്മളങ്ങനെ പാതിരാമണൽ വിസിറ്റ് ചെയ്യാനായിട്ട് തിരിക്കും. ആലപ്പുഴയിലെ ശരിക്കും പറഞ്ഞാൽ ഒരു വനമാണെന്ന് തന്നെ പറയാം. ആലപ്പുഴയിലുള്ള ഒരു ചെറിയൊരു വനവും നമ്മുടെ ബേർഡ് സാങ്ച്വറിയുമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞങ്ങൾ ഇതാ അങ്ങനെ എല്ലാവരും കൂടെ അടിച്ചു പൊളിക്കാൻ പോവുകയാണ്. ഇതൊരു കിടുക്ക സെറ്റപ്പ് ആണല്ലേ, ഫോറസ്റ്റ്. ഇവിടെ 25 വർഷം മുമ്പ് ആൾക്കാർ താമസം ഉണ്ടായിരുന്നു. അവരൊക്കെ അങ്ങോട്ട് സ്ഥലം കൊടുത്ത് മാറ്റിയതാണ്. ആലപ്പുഴയിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ പാതിരാമണലിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ആലപ്പുഴയിലെ ഒരു ബേർഡ് സാങ്ച്വറി, വളരെ മനോഹരമായ ഒരു സ്ഥലമാണിത്. ഞങ്ങൾ വെറുതെ ഒരു ദിവസം ഫ്രണ്ട്സുമായിട്ട് വന്നപ്പോൾ ഇവിടുത്തെ കാഴ്ച ഇതാണ്. പ്ലാസ്റ്റിക്കുകൾ കൊണ്ട് നിറഞ്ഞ ഒരു ഏരിയയാണ്. ഞങ്ങളിപ്പോൾ 4-5 പേര് കൂടി ഒന്ന് ചേർത്ത് ക്ലീൻ ചെയ്യുകയാണ്. അപ്പോൾ ഇതൊന്ന് ഇവിടുത്തെ അധികാരികളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇതൊരു സ്ഥലത്ത് കൂട്ടിയിടുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞങ്ങൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ ഷെയർ ചെയ്ത് നമ്മൾ കാണിക്കുന്നതായിരിക്കും. 500 മീറ്റർ നടന്നിട്ടേ ഉള്ളൂ, അതിനുള്ളിൽ ഇത്രയും സാധനം കാണാൻ പറ്റും. അതായത് ചെറിയൊരു ഏരിയ മാത്രം. അതായത് ഈ ഏരിയ ഒന്ന് കാണിച്ചു കൊടുത്തേ. ഈ ഏരിയ മാത്രം. ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് വേണ്ടി, സഞ്ചാരികൾ ഓർക്കുക, പ്ലാസ്റ്റിക്കുകൾ ഉള്ളിലേക്ക് കടത്തിയാണെന്നുണ്ടെങ്കിൽ അത് തിരികെ കൊണ്ടുപോകാനും കൃത്യമായ രീതിയിൽ അത് നിർമ്മാർജ്ജനം ചെയ്യാനും ഒരു അപേക്ഷ. ഇതിൻ്റെ ഒരു ഷോട്ട് എടുത്തേക്കണം. ഇതിലേക്കാളും കൂടുതൽ കായലിൽ കിടപ്പുണ്ട്. കായലിൽ ഒരുപാട്. നിബിൻ അതൊന്നുകൂടെ ഒന്ന് കവർ ചെയ്യണം പ്ലീസ്. ഡബിങ് ചെയ്യാൻ കൊടുക്കാൻ പറ്റില്ല. അല്ല, എല്ലാവരും കൂടെ ഒന്ന് വന്നിട്ട് കട്ട് ചെയ്യണേ. എന്നാ വാടാ. പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ ഈ നിർമ്മാർജ്ജനം ഞങ്ങൾ ചെറിയൊരു പരിപാടിയാണ് നോക്കിയത്. ഞങ്ങളുടെ പരിപാടി ഞങ്ങളിവിടെ നിർത്തുകയാണ്. ഇത് ഞങ്ങളിവിടെ നിർത്തുന്നില്ല, നിങ്ങളും ഇതേപോലെ തുടരണമെന്ന് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, ബൈ. വളരെ സന്തോഷകരമായ ഒരു വരവാണ് ഇവിടെ നടത്തിയത്. ശരിക്കും നല്ല സ്ഥലമാണ്. ഇത്രയും മനോഹരമായ ഒരു സ്ഥലം ആലപ്പുഴയിലുണ്ടെന്ന് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. പക്ഷെ ഞങ്ങൾ വളരെ ദുഃഖകരമായ ഒരു ബുദ്ധിമുട്ടോടുകൂടിയാണ് ഞങ്ങൾ ഇവിടെ തിരിച്ചു പോകുന്നത്. ഇവിടെ ഇത്രയും മലിനമാക്കി ഇട്ടിരിക്കുന്ന ആൾക്കാർ, അതായത് ഇവിടെ കാണാൻ ബിയർ കുപ്പികളും പ്ലാസ്റ്റിക് ബോട്ടിലുകളുമാണ് ഇവിടെ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്നത്. ഞങ്ങൾ നേരത്തെ കണ്ടില്ലേ, കുറച്ച് നമ്മളൊരു 3 റേഡിയസിൽ മാത്രം കേന്ദ്രീകരിച്ചൊരു ചെറിയ ക്ലീനിങ് നടത്തിയ ഇത്രയും വേസ്റ്റാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഇനി വരുന്നവരോടൊരു അഭ്യർത്ഥനയുണ്ട്, ദയവ് ചെയ്ത് നിങ്ങളിവിടെ വേസ്റ്റുകൾ കൊണ്ടുവരുന്നത് പ്ലാസ്റ്റിക്കുകൾ കൊണ്ടുവന്നാൽ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് അപേക്ഷ.